ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നിഫ്റ്റി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു 24,000 ടാർഗറ്റ് റീച്ച് അടുത്തായി. ഓക്കെ, അപ്പോൾ നാളെ ആ ഒരു ടാർഗറ്റ് വരാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നു. രാവിലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിരുന്നു, പിന്നെ ഒരു ഹൈ വോളറ്റൈലാണ് ഈവനിങ് മൊത്തം, പിന്നെ അപ് ട്രെൻഡിൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ നോക്കിയാൽ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഒരു വോളറ്റാലിറ്റി വന്നിട്ട് നല്ലൊരു പുതിയൊരു ഓൾ ടൈം ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയും രാവിലെയൊക്കെ നല്ല പെർഫോം ചെയ്തു, പിന്നെ സൈഡ് വേസിലാണ്, ഡൗണിലാണ് പോയത്. വലിയ മൂവ്മെൻ്റ് ഇല്ല കമ്പയർ ടു നിഫ്റ്റി. ഓക്കെ, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ 384 പോയിൻറ്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ 50,000 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ നിഫ്റ്റിയിൽ 24,000 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് 150 സ്റ്റോക്സ് മാത്രമാണ് പോസിറ്റീവ് ആയത്, എന്നാലും നിഫ്റ്റി പൊതുവിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഈവൻ ദോസ് കുറേ സ്റ്റോക്കുകൾ നെഗറ്റീവ് ആയാലും ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. നിഫ്റ്റി ഫ്രഷ് റെക്കോർഡ് ഹൈ ആണ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. ബജാജ് ഓട്ടോ ബിഗ്ഗസ്റ്റ് ഗെയിനറായി, അദാനി എൻ്റർപ്രൈസസ് ടോപ്പ് ലൂസേഴ്സായി. ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി ബാങ്ക് സെക്ടറും, വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ആകുന്നു. ഓക്കെ, ഇന്നിപ്പോൾ ടോപ്പ് ലിസ്റ്റിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് ടാറ്റ കെമിക്കൽസ്. തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞ സ്റ്റോക്കാണ്. ഓക്കെ, നല്ല മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. 11.04% ആണ്. ഇപ്പോൾ 2 ദിവസത്തിൽ 20% ആണ് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിരിക്കുന്നത്. ദെൻ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ദെൻ അലോക ഇൻഡസ്ട്രീസ് നല്ല പെർഫോം ചെയ്തിരിക്കുന്നു. ടീം ലീസ് സർവീസസ് 3.99%. VBL ഒക്കെ 3.94% വന്നിട്ടുണ്ട്. ICICI പ്രൊഡൻഷ്യൽ 4.18%. മാക്സ് ഹെൽത്ത് ഇതൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. ടോപ്പ് ലൂസേഴ്സ് ഒത്തിരി സ്റ്റോക്കിലുണ്ട്. അതിൽ തുടർന്ന് 2 ദിവസമായിട്ട് ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. 20% വന്ന സ്റ്റോക്കാണ് IAFL. ഓക്കെ, AFL, പിന്നെ അതുപോലെ MGL ഗ്യാസ് റിലേറ്റഡ് ആയിട്ട്, ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിലൊക്കെ ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ CGCL 14.12% ഡൗൺ ആയിരിക്കുന്നു. പിന്നെ JM ഫിനാൻഷ്യൽസ്, ഐബുൾ റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ L&T ഫിനാൻസ്, ദെൻ സോളാർ ഇൻഡസ്ട്രീസ് നമ്മൾ ഈ ഒരു ടാറ്റ കെമിക്കൽസിനൂടെ മൺഡേ പറഞ്ഞതാണ്, ബട്ട് കുറച്ച് ഡൗൺ ട്രെൻഡ് പോയിട്ടുണ്ട്. അഗെയിൻ ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മലപ്പുറം ഫിനാൻസ്, പിന്നെ IGL ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കെല്ലാം ഡൗൺ ട്രെൻഡിലാണ്. ഓക്കെ, സീക്വൻസ് സയൻറ്റിഫിക്, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗാർവെയർ ടെക്നിക്കലും ഡൗണിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് ടെക്നിക്കലായിട്ടും വാല്യുവേഷൻ, ഫണ്ടമെൻ്റൽ ഒക്കെ അനലൈസ് ചെയ്തിട്ട് മാത്രമേ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. എല്ലാ സ്റ്റോക്കുകളും മാർക്കറ്റ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ മാറുന്നത്. അപ്പോൾ നമ്മളിതിൽ സ്വിംഗ് ട്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന സ്റ്റോക്ക് സെൻസാർ ടെക്നോളജീസ്. 564 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഫോം ചെയ്തിട്ടുണ്ട്. 575 പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഡൗണിലാണ്, ബട്ട് സ്റ്റിൽ ഒരു ഹോപ്പ് ഉണ്ട്, നമ്മൾ മുകളിൽ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, 71 to 78 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. NHPC ഡൗൺ ട്രെൻഡ് ആണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കും നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കേട്ടോ. 2 weeks to 1 month ടൈം ഫ്രെയിം ഉള്ളതുകൊണ്ട് അതിനുള്ളിൽ ഈ സ്റ്റോക്ക് 97 ആ ഒരു റേഞ്ചിലേക്ക് 98 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ കൊടാക് ബാങ്ക് 1760 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1770 വരെ പോകാൻ സാധ്യതയുണ്ട്. 13% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് കുറച്ച് പ്രൈസി സ്റ്റോക്കാണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്കും സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ഫോക്കസ് ചെയ്യാം. 8125 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഭാരതി എയർടെൽ 1194 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ്. സോ ഇനി നെക്സ്റ്റ് 1400 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 1400, 1500 ഏകദേശം 15% വരെയൊക്കെ റിട്ടേൺസ് വരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ ഡിവീസ് ലാബ് 1.73% കയറ്റിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിന് വെയിറ്റ് ചെയ്യുന്നു. 3600 ഇത് ഇതിൻ്റെ ടാർഗറ്റ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതല്ലാതെ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് ലാസ്റ്റ് 5 years ആയിട്ട് നല്ല മൾട്ടി ഇയർ ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കാണ് ഈ ഒരു ടാറ്റ മോട്ടോഴ്സ്. പിന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ താഴോട്ട് പോയി നോക്കണ്ട, സ്റ്റിൽ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കാണ്. ലാസ്റ്റ് 5 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 3 സ്റ്റോക്കുകൾ. അതുപോലെ സ്മോൾ ക്യാപ്പിൽ 1 yearൽ നല്ല റിട്ടേൺസ് തന്നു. 248% വന്ന റിട്ടേൺസ് വന്ന സ്റ്റോക്കാണ് ജ്യോതി ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, ബട്ട് ഈ സ്റ്റോക്കൊക്കെ ഇനി താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞെന്ന് മാത്രം. കാരണം ലോ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് ഈ സ്റ്റോക്ക് റിസ്ക് ആണ്, ഇതേയും താഴെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർക്ക് 7.37 crores ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് പെർഫോമൻസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ വർദ്ധിച്ചിട്ടുള്ളതുകൊണ്ട് സ്മോൾ ക്യാപ്പിൽ മൾട്ടി ബാഗ് റിട്ടേൺസ് തന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്കുകളാണ് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറക്കാതെ കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ഫ്രീ ആയിട്ട് ഇൻട്രാഡേ കോൾസ്, അതുപോലെ ഡെലിവറി കോൾസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മലയാളം ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഡെയിലി ഇടുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റ് കൂടി ചെക്ക് ചെയ്യുക. ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.